മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാ മതി. ബെൽറ്റ് പോകുമ്പോ തട്ടുന്നേരം ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി, മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരാശ്വാസം കിട്ടിയേനെ. എങ്കിലെന്റെ വീട്ടിൽ വന്ന് നിന്നോളൂ. അനുവിനൊരു മുൻപരിചയമാവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. ഇനി ഒന്ന്. ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും, ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും തനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1. നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-ന് കോയമ്പത്തൂരിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. അച്ഛാ, അവളുടെ ജോലി നഷ്ടപ്പെടണം, അവൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അത്രയല്ലേ വേണ്ടൂ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്തോ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ.
ഹലോ. ചെങ്കീരി ദാസപ്പനല്ലേ? അതെ. ഞാൻ വിക്രം ദാദാ. എന്റെ ക്ലോസാ. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ എന്നല്ല, ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പറയാം. എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ള ഒറ്റ അത്യാഗ്രഹം കൊണ്ടാ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ അവൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ നിരത്തിയത്. അതുകൊണ്ട് താറുമാറായതേ നമ്മുടെ 3 പേരുടെയും കുടുംബജീവിതം. ഇപ്പൊ അവള് ജയിച്ചു, നമ്മളൊക്കെ അവളുടെ മുമ്പിൽ വെറും എന്തായാലും അവള് ജോലിക്ക് പോരുത്. സമയത്തിന് എയർപോർട്ടിൽ എത്താനും പാടില്ല. അവൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടു പോയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞേ വിടാവൂ. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അടിച്ച് നിരത്തിയേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. ഈ തട്ടിക്കൊണ്ടുപോലെ പരിപാടിക്ക് പറ്റിയ ശിഷ്യന്മാരൊക്കെ എന്റെ കയ്യിലുണ്ടെന്നേ. 100% ഞാൻ അവളോടൊപ്പം വണ്ടിയിലുണ്ടാവും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് വേണം അവളെ കൊണ്ടുപോകാൻ. എന്ന് കരുതി എന്റെ മർമ്മത്തിനിട്ട് താങ്ങരുത്. വെറുതെ ആക്ഷൻ മതി, ഞാൻ തോറ്റു തന്നോളാം. വെറുതെ അയ്യേ അതല്ല, പുലിപാല് പിടിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ തന്നെ കൂടെ കൂട്ടാത്തത്. വണ്ടി ഏതാ? KL7B 2332. ക്രീം കളർ അംബാസിഡർ ആണ്. സ്വന്തം വണ്ടിയാ. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ, മനസ്സുണ്ടായിട്ട് പറഞ്ഞയക്കണമല്ല, മോളെ എന്നും ഈ മുത്തച്ഛനെ വിളിക്കണം. സമയം പോണു. നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗെടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടന്റെ മോനോട് പറ. എന്റെ മനുഷ്യൻ ഡോക്ടറാ, നീ അവിടെ നിൽക്കണം. എന്നാ ചേട്ടൻ തന്നെ എടുത്തു വെക്കേ. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാൽ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ, ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ. ഒന്ന് വേഗം പെട്രോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ. നമസ്കാരം. മാവേ? അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറുക്കിയല്ലേ? മാറി നിന്നോ, അല്ലെങ്കിൽ തലേ വീഴും. കാമഡി. ചെല്ല്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. വാ. എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര, ഒന്ന് മാറിയിരുന്നെങ്കിൽ. മാവ് ഇവിടെ തന്നെ ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല, അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ. കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി. അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ, ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാടോ അല്ലേ വിക്രമ? എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തെറ്റി. അയ്യോ, ജീപ്പിൽ പോണ്ട, അത് ശരിയാവൂല. എന്താ ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടിയുടെ താൻ ചെയ്ത കുറ്റമല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. പോയാ ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ. ഹലോ, ചെങ്കീരി ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി. അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 തല്ലി നിരത്തിയേക്ക്. ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, എടാ വക്കീലേ, വരുന്നേ. കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ. സ്ഥാനം അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല. അല്ലേ വിക്രമ? അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോണ്ട. അങ്ങോട്ട് കേറോ. അല്ല, അങ്ങോട്ട് കേറോ. ഇത് കേറോ. വിക്രമ. എല്ലാം ദൈവനിശ്ചയം. അയ്യോ, വിക്രമ. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ, ചായ 168. അതായത് ചായ 168. ഇവിടെ തന്നെ വണ്ടി എടുത്ത്.
ആ കമോൺ. വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാന്തര അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. ആ അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ എന്റെ കർത്താവേ, മാമ്പഴമാകട്ടെ നീ എന്റെ ഈശോയേ, മാമ്പഴമാകട്ടെ നീ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്ന് എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. ഇരിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി, ഞാൻ അഭിനയിച്ചോളാം. എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുപമ എവിടെ? അനുപമയെ അവരെ കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. ഇതെന്തു പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ? അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവന് പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് ചെയ്യും. നിർത്തൂ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അത് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമമാ. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സണ്ണിച്ച,
തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം. ആലോചിച്ചേക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ്. സാറി വാതിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേനൻ, ചന്ദ്രസേനൻ, കോച്ചല്ലേ. ക്യാച്ച് പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ച. ആണ്ടെ, ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്കെന്താ എത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് ഇത് എന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. ആ മോളെ, ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ആണ്ടെ, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. ആ പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാവുന്ന റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ. എല്ലാം ഓക്കെ. ചവിട്ടരുത്. കുറ്റം ചന്ദ്രസേന്റെ തലയിലുമായി. ഇതാ ഇതെന്താ? പാതി. ഈ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറെ ചതിക്കില്ല. 50-50. അനുപമ എവിടെ? അവളുടെ ശല്യം തീർത്തു. കൊന്നു? ഇല്ല, വിറ്റു. കണക്ക് തീർത്ത് ചെങ്കീരി അനുപമയെ ബോംബെക്ക് കൊണ്ടുപോയി. ചുവന്ന തെരുവിൽ ഒരു മലയാളി കൂടി അതിന്റെ ഷെയറായത്. എടാ ദ്രോഹി, എനിക്ക് അവളുടെ ജോലി കളയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശോഭിക്കാതിരിക്കൂ. സംഗതി ഒരു കുഞ്ഞും അറിയില്ല. വക്കീൽ പറഞ്ഞതുപോലെ പ്രതി നമ്മളാണെങ്കിലും ശിക്ഷ ചന്ദ്രസേനെ കിട്ടൂ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നിന്നെ പോലീസ് പോയിട്ടു. എവിടെ അനുഭവം? ഞാൻ പറയാം. എന്താ പോയി നോക്കടാ. വണ്ടി നിർത്താൻ പറയടാ. പറയടാ. വാ. ഒരു ജോലിക്ക് വേണ്ടി നീ കാട്ടിക്കൂട്ടിയ പേക്കൂത്തിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയത്. എന്തായാലും ജോലി പോയത് നന്നായി.
അല്ലെങ്കിൽ നിന്റെ അഹങ്കാരം മാനം മുട്ടിയത്. ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയൊക്കെ വില അങ്ങേ അറ്റം വരെ പഠിച്ചാലും നിനക്കൊന്നും മനസ്സിലാവില്ല കുട്ടി. ഇതൊക്കെ നിന്നോട് പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇറങ്ങിറങ്ങ്. സൗകര്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് സുരക്ഷിതയായി തിരിച്ചെത്തിയെന്ന്.